മൃദംഗനാദമെന്ന പേരിൽ നടത്തിയ ഈ വലിയ മാഫിയക്കെതിരെ, നടിക്കെതിരെ അടക്കം കേസെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടും പോലീസും മന്ത്രിമാരുമൊക്കെ ഒളിച്ചു കളിക്കുന്നത് എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യമാണ് പ്രസക്തമാകുന്നത്. ഉമാ തോമസ് അപകടത്തിൽ വീണതല്ല, വീഴ്ത്തിയത് തന്നെയാണ്, അതും കൃത്യമായ പ്ലാനിങ്ങോടുകൂടി. ആ ചതിക്കുഴിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതിന് മുന്നോടിയായി തന്നെ പ്രേക്ഷകർ ആ ദൃശ്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ചില വസ്തുതകളുണ്ട്. വേദിയിലുണ്ടായിരുന്ന ആദ്യം പരിപാടി തുടങ്ങുന്ന സമയത്ത് ഏകദേശം 1 മണിക്കൂർ നേരം കഴിയുന്നതിനുള്ളിൽ തന്നെയാണ്, 50-ആം മിനിറ്റോട് അടുപ്പിച്ച് തന്നെയാണ് ഈ അപകടം സംഭവിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ യാതൊരുവിധ കൂസലുമില്ലാതെ മന്ത്രി കൂടിയായിട്ടുള്ള സജി ചെറിയാൻ അടക്കം ആ വേദിയിൽ ഇരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഇത്രയും വലിയൊരു അപകടം തൻ്റെ കൺമുന്നിൽ ഉണ്ടായിട്ട് പോലും അതിനു വേണ്ടിയിട്ടുള്ള ഒരു നീക്കങ്ങളൊന്നും തന്നെ നടത്താൻ മന്ത്രി പോലും തയ്യാറായിട്ടില്ല. മറ്റ് പ്രമുഖരും ബിസിനസ് വ്യവസായികളുമൊക്കെ തന്നെ പിന്നീട് തമാശ പറഞ്ഞു ചിരിക്കുന്നതും മറ്റുമൊക്കെ കാണുമ്പോൾ ഇതിന് പിന്നിലെ ലാഭേച്ഛ മാത്രമാണ് ഉയർന്നു വരുന്നത്. അതുകൂടാതെ തന്നെ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കൂടി ആ വേദിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏവരെയും ഞെട്ടിക്കുന്ന ഒരു വസ്തുത. അദ്ദേഹത്തിന് പോലും ഇതിൻ്റെ ആഘാതം, ഇതിൻ്റെ വ്യാപ്തി, ആ മേഖല, ആ ഒരു പ്രദേശത്തേക്ക് കടന്നു വരുമ്പോൾ 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ വേണ്ട വിധത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും ക്രമീകരണങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ടോ എന്നുള്ളത് കണ്ട് ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ. അദ്ദേഹം പോലും അലംഭാവം കാട്ടി എന്നുള്ളത് ഇതിലൂടെ വ്യക്തമാകുന്നതാണ്. ഇനി വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, യാതൊരുവിധ സുരക്ഷയുമില്ലാതെയാണ് VIP ഗാലറി എന്ന പേരിൽ വെറും തട്ടിക്കൂട്ട് സംഭവം ഉയർത്തിക്കെട്ടിയത്. ഒരുപക്ഷെ ഉമാ തോമസ് കാൽവഴുതി വീണ് ഇത് അവർക്ക് മാത്രം സംഭവിച്ച ഒരു അപകടമായി മാറിയത് ഒരു വലിയ ദുരന്തത്തിനുള്ള മുന്നറിയിപ്പ് തന്നെ ആയിരുന്നു. കാരണം ഈ തട്ടിക്കൂട്ട് സ്റ്റേജ് പൊളിഞ്ഞു വീണ് വലിയൊരു ദുരന്തത്തിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളതാണ് ഇത് കണ്ടപ്പോൾ തന്നെ പലരും പ്രതികരിച്ചത്. ദൃക്സാക്ഷികളടക്കം പറഞ്ഞ ഒരു വസ്തുതയാണ് ഇത്. ഗുരുതരമായിട്ടുള്ള പരിക്കാണ്. ഉമാ തോമസിൻ്റെ പെട്ടെന്നുള്ള തിരിച്ചുവരവിന് വേണ്ടി ഏവരും, മലയാളികളടക്കം നിരവധി ആളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സംഭവത്തിന് പിന്നാലെയാണ് ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. വലിയ പണപ്പിരിവ് നടത്തി ഈ പരിപാടി നടത്തി എന്നുള്ളത് മനസ്സിലാക്കാവുന്നതാണ്. പിന്നീട് രക്ഷകർത്താക്കളും അതുപോലെ അധ്യാപകരും രംഗത്ത് വന്ന ഇക്കാര്യത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞതാണ്. 12,000-ഓളം കുട്ടികൾ പങ്കെടുക്കുന്ന, വിദ്യാർത്ഥികൾ, അപാലവൃദ്ധം ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരിൽ നിന്നും 5,000-ഓളം രൂപ വെച്ച് 12,000 പേരിൽ നിന്നും കോടാനുകോടി സമ്പാദിച്ചു എന്നുള്ളത് മറ്റൊരു വസ്തുത. പരസ്യത്തിന് മറ്റു വക. അതുകൂടാതെ വ്യവസായ ഭീമന്മാരുടെ കയ്യിൽ നിന്നും വാങ്ങിയ പണം വേറെ കണക്ക്. ഇതുകൂടാതെ തന്നെ ഗാലറിയിലേക്ക് പ്രവേശനത്തിന് വേണ്ടി 100 രൂപയ്ക്ക് മുകളിൽ ടിക്കറ്റുകൾ വാങ്ങി 100-ന് മുകളിലേക്ക് എത്രത്തോളം രൂപയുടെ ടിക്കറ്റുകൾ വിറ്റു എന്നുള്ള കണക്കും ഇനി പുറത്തു വരേണ്ടതുണ്ട്. ഗിന്നസ് റെക്കോർഡ് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു ജീവൻ അല്ല, ഒരു കൂട്ടം ജീവനുകൾ അപകടത്തിലായാലും കുഴപ്പമില്ല എന്ന രീതിയിലാണ് നടി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ 12,000-ഓളം നർത്തകർ അണിനിരുന്ന ഈ പരിപാടി ഇപ്പോൾ വലിയ ദുരന്തമായി മാറിയത്. ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പോലീസിന് ഇതേക്കുറിച്ച് കൃത്യമായ വിവരം ലഭിച്ചിരുന്നു. ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന സൂചന നൽകിയിരുന്നു. GST വകുപ്പിനെയും ഇക്കാര്യം മുൻകൂട്ടി അറിയിച്ചു. ഇതൊരു വലിയ തട്ടിപ്പാണെന്നും ഇതിന് പിന്നിൽ നടക്കുന്ന അഴിമതി കഥകളെക്കുറിച്ചും ഒരാൾ തുറന്നു പറഞ്ഞിരുന്നു. പക്ഷേ ഇവർ കൃത്യസമയത്ത് ഒരു നീക്കം നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ അപകടം ഒഴിവാക്കാമായിരുന്നു. എന്നാൽ ഈ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്ന പരാതിക്കാരനെ ഭീഷണിപ്പെടുത്താൻ പോലീസ് തന്നെ സംഘാടകർക്ക് വിവരങ്ങൾ ചോർത്തിക്കൊടുത്തുവെന്ന ആരോപണം ശക്തമാകുന്നുണ്ട്. സംഘാടകർ ഇപ്പോൾ മുങ്ങിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായ സൂചന ലഭിക്കുന്നതാണ്. ഹൈക്കോടതിയിലടക്കം ഇപ്പോൾ മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ടവർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ തട്ടിപ്പുകളെക്കുറിച്ച് ദിവ്യ ഉണ്ണി അടക്കം അറിയിച്ചു എന്നാണ് ഇപ്പോൾ ഈ പരാതിക്കാരൻ വ്യക്തമാക്കുന്നത്. വളരെ മോശമായ പ്രതികരണം ഒരു നടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതോടുകൂടി പരിപാടിയുടെ ബ്രാൻഡ് അംബാസഡർക്കെതിരെയും കേസെടുക്കേണ്ട സാഹചര്യം തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. അവരെ മുൻകൂട്ടി അറിയിച്ചിട്ട് പോലും അലംഭാവം കാട്ടിയത് തന്നെയാണ് ഇതിനൊക്കെ കാരണമായിരിക്കുന്നതെന്നാണ് അരുൺ ദേവ് ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് തന്നെ, ഏകദേശം മനസ്സിലാക്കുന്നത് ഡിസംബർ 25-ാം തീയതിക്ക് മുൻപ് തന്നെ പാലാരിവട്ടം പോലീസിന് അദ്ദേഹം പരാതി നൽകിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡിസംബർ 20-ാം തീയതി പരിപാടിയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അരുൺ ദേവ് അറിഞ്ഞു. പിന്നീട് സുഹൃത്തിനെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നീക്കം നടത്തിയതും. സംഘാടകരെ ബന്ധപ്പെട്ടു മോശം പ്രതികരണമുണ്ടായി. പിന്നീട് ഈ പരിപാടിയെക്കുറിച്ച് പറഞ്ഞവരോട് ഇതേക്കുറിച്ചുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി. ഒരു അന്വേഷണം നടത്തിയപ്പോൾ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി. അങ്ങനെയാണ് പോലീസിൽ പരാതി കൊടുക്കാനായി തുനിഞ്ഞിറങ്ങിയത്. അപ്പോൾ സംഘാടകർ എത്തി ഭീഷണിപ്പെടുത്താനും അതുപോലെ മറ്റു തരത്തിലുള്ള നീക്കങ്ങൾ നടത്താനുമായി ശ്രമം നടത്തി. ഇതിന് പിന്നാലെ ഉണ്ടായ ചില സംശയങ്ങൾ തന്നെയാണ് അരുൺ ദേവ് ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം സുഹൃത്തിനെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാമെന്ന് അറിയിച്ച് അതിനുവേണ്ടി UPI ID-യിലൂടെയാണ് പണം ആവശ്യപ്പെട്ടത്. 4,500 രൂപ ആവശ്യപ്പെട്ടു എന്നാണ് അരുൺ ദേവ് പറയുന്നത്. പക്ഷേ UPI ID-യിലൂടെ പണം കൊടുക്കാൻ കഴിഞ്ഞില്ല. GST അടക്കം ഇല്ലെന്നുള്ള സംശയമാണ് അതിലൂടെ ഉയർന്നു വന്നത്. കാരണം വ്യക്തമായ രീതിയിലുള്ള ഒരു
നേരായ രീതിയിലുള്ള മാർഗ്ഗങ്ങളല്ല അവർ അവലംബിക്കുന്നതെന്നുള്ള സംശയം ഉയർന്നു വന്നു. അങ്ങനെയാണ് GST വകുപ്പിനെയും ഇക്കാര്യങ്ങൾ അറിയിച്ചത്. ശേഷം പാലാരിവട്ടം പോലീസിലും പരാതി കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. പോലീസ് കേസ് എടുത്തില്ല എന്ന് മാത്രമല്ല, പിന്നീട് നടത്തിയ ഒളിച്ചുകളികൾ തന്നെയാണ് അത് ഏറ്റവും അധികം സംശയാസ്പദമായി മാറിയത്. ഗിന്നസ് റെക്കോർഡ് കൊടുക്കുന്നവരെയും ബന്ധപ്പെട്ട് ഇക്കാര്യം അറിയിച്ചു. അപ്പോൾ എല്ലാവർക്കും കിട്ടുന്ന ഒന്നല്ല ഈ സർട്ടിഫിക്കറ്റ് എന്ന് മനസ്സിലാക്കി അതറിയാവുന്ന രക്ഷിതാക്കളെ ഒക്കെ തന്നെ വിളിച്ച് കാര്യം അറിയിച്ചു. പാവപ്പെട്ട രക്ഷിതാക്കളൊക്കെ തന്നെ കരുതുന്നത് തങ്ങളുടെ കുട്ടികൾക്ക് ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്ന പേരിലായിരുന്നു ഈ തട്ടിപ്പിന് വന്ന് ചാടിപ്പോയത് എന്നുള്ള ചില സ്വരങ്ങൾ ഇതിന് പിന്നാലെ ഉയർന്ന് കേൾക്കുന്നുണ്ട്.